ഈ കാർഷിക സംസ്കാരം അല്ല കൃഷി തുടങ്ങി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഘടനയൊക്കെ രൂപപ്പെടണം നടത്തി ഈ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ, അതായത് ഹണ്ടർ ഗാദറർ എന്നുള്ളതിൽ നിന്ന് ട്രൈബൽ ഒരു സംഭവത്തിൽ നിന്ന് കുടുംബം രൂപീകരണത്തിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ചരിത്രം. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുടുംബം കൃഷി കുടുംബം തന്നെയാണ്. കൃഷി കുടുംബമാണ്. ഗോത്രങ്ങളിൽ കുടുംബമില്ല. അത് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗോത്രത്തിലെ ഒരു സംഘം സ്ത്രീകളും കുഞ്ഞുങ്ങളും അവരുടെ കൂടെ കുറച്ച് പുരുഷന്മാരും എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ്. അല്ലാതെ അതിനകത്തൊരു കുടുംബം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിലില്ല. ഒരു ചെറിയ യൂണിറ്റുകളെന്ന് പറയുന്നത്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് കൃഷിയോട് ബന്ധപ്പെട്ട് ഒരു പ്രദേശത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് കൃഷി ചെയ്യാൻ ആരംഭിക്കുന്ന തുടക്കത്തിൽ തന്നെ ആ ഒരു ഗോത്രത്തിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ ആദിവാസികളുടെ നോക്കുകയാണെങ്കിൽ സെറ്റിൽഡായിട്ട് ഞാൻ ചെറിയ കൃഷിയും ഒരു പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ചുറ്റുപാടും ഈ പറയുന്ന രണ്ട് പ്രോസസ്സ്, ചെറുതായിട്ട് ഇവിടെ കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ഹണ്ടർ ഗ്യാതറിങ്ങും നടത്തുന്നുണ്ടാവും, കുറച്ച് കൃഷിയും ചെയ്യുന്നുണ്ടാവും, ഹണ്ടിങ്ങും നടത്തുന്നുണ്ടാവും. ഇങ്ങനെയായിരുന്നു സെറ്റിൽമെൻറ്റുകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ആ സെറ്റിൽമെൻറ്റുകളിനകത്ത് ഈ രക്തബന്ധത്തോട് ബന്ധപ്പെട്ട ആൾക്കാർ, അത് വംശാവലി അനുസരിച്ചിട്ട് ഈ രാജാവ് രൂപപ്പെടുക എന്ന് പറയുന്ന പ്രോസസ്സ് പോലെ തന്നെ ഉണ്ടായ ഒന്നാണ് ഈ രക്തബന്ധം. ഇങ്ങനെ പുരുഷന്മാരാണ് കുട്ടികളെ ഉണ്ടാക്കുന്നതെന്നുള്ള അറിവും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അറേഞ്ച്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ആ ഏറ്റവും ക്ലോസസ്റ്റായ കിൻഷിപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ, മറ്റേ ഒരു ഗോത്രം മുഴുവൻ കിൻഷിപ്പിൽ തന്നെയാണ് നിന്നിരുന്നത്, അതിനൊന്നും സംശയമൊന്നും വേണ്ട. പക്ഷേ ഏറ്റവും തൊട്ടടുത്ത ആൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടുക എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിനകത്ത് സ്ഥലങ്ങളിനകത്ത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള കിൻഷിപ്പുള്ള ആൾക്കാർ പതുക്കെ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട കൃഷി സ്ഥലങ്ങളിലേക്ക് മാറുക എന്ന് പറയുന്ന അവിടോട്ട് അത് അവരുടെ ഒരു പൊസിഷനിലേക്ക് മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുന്ന അപ്പോഴാണ്. മറ്റേത് ഒരു ഗോത്രത്തിനകത്ത് രൂപപ്പെട്ട പുത്തൻ ഗ്രൂപ്പുകളാണ് നമ്മൾ ഇന്ന് പറയുന്ന കുടുംബത്തിന് നാന്ദിയായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് അച്ഛനമ്മ എന്ന് പറയുന്നത് മാത്രമല്ല, കസിൻസ്, ഇവരെല്ലാവരും ഏറ്റവും ഫസ്റ്റ് കസിൻസ് എന്ന് പറയുന്നവരും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു ഒരു കൃഷി കുടുംബം രൂപപ്പെടുന്നത്. ആ കൃഷി കുടുംബം എന്ന് പറയുന്ന കാർഷിക കിൻഷിപ്പിൽ വളരെ അധിഷ്ഠിതമായ ഒന്നാണ്. അത് ആദ്യകാലത്ത് ഈ ആളുകൾ അകലുക എന്ന് പറയുന്നതും ഇപ്പം തമ്മിൽ ഇഷ്ടമില്ലാതായി പോകുന്ന ചെറിയ ഇൻഫൈറ്റുകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഒരു അകൽച്ചകളുണ്ട്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഒരുപോലെ എല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണം എന്ന് പറയത്തക്കവണ്ണം അറിവുള്ളവരും ഒക്കെ ഡിഫറൻ്റായിട്ട് രൂപപ്പെടുന്ന സമയങ്ങളാകുമ്പോൾ ഗോത്രം പിരിയുന്നത് പോലെ തന്നെ ഈ കിൻഷിപ്പിനകത്തുള്ളവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നവരായിട്ട് മാറുക. ഒരേ ഗോത്രത്തിനകത്ത് തന്നെ രൂപപ്പെട്ട പൊസഷൻ്റെ സ്ഥലങ്ങൾ. അപ്പോൾ നല്ല കൃഷിസ്ഥലം എന്ന് പറയുന്നത് വെള്ളം അവൈലബിൾ ആയിരിക്കുന്നതും ഈ ധാന്യങ്ങളൊക്കെ നന്നായിട്ട് വിളയുകയൊക്കെ ചെയ്യുന്ന സ്ഥലം ഒരു കൂട്ടരുടെ അതാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് ഒരു പ്രോസസ്സാണത്. അതൊരു വലിയ ലോങ് ടൈം പ്രോസസ്സുമാണ്, ചെറുതല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഉള്ളിലെ അതിര് നമ്മൾ പുറത്തേക്ക് വയ്ക്കുന്ന ഉള്ളിൽ വേറൊരു അതിര് രൂപപ്പെടും. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ മേഖലകളിനകത്ത് ആളുകൾ ഒന്നിച്ച് നിൽക്കാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടും, അതുപോലെ തന്നെ ഇൻവാലിഡായിട്ടുള്ള ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ ചിലവ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോസസ്സായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഡിസ്കാർഡ് ചെയ്യപ്പെടുകയും, അതുപോലെ തന്നെ ഇൻ്റലിജൻസിനകത്ത് ഒരാൾ ചെയ്യാനായിട്ട് കഴിവുള്ളവരും കഴിവില്ലാത്തവരും തമ്മിലുള്ള സെപ്പറേഷൻസ്, ഇതൊക്കെ ഇതുപോലുള്ളതെല്ലാം ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ രൂപപ്പെടുന്ന സെപ്പറേഷൻസാണ്. ഇതിനൊക്കെ ഓരോ വർഷവും കഴിയും തോറും
വ്യത്യസ്തമായിട്ട് ഉള്ള ഗ്രൂപ്പിംഗ് ഉണ്ടാകാൻ തുടങ്ങി. ആ ഉണ്ടാകുന്നത് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരാൾ വികസിപ്പിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കില്ലോ ഒരു കൂട്ടർക്ക് കൂടുതൽ കഴിവുണ്ടാകുന്ന ഒരു സാധനം വരുമ്പോൾ അവരോട് അസോസിയേറ്റ് ചെയ്തുള്ളവരുടെ ഗ്രൂപ്പുകൾ രൂപപ്പെടുക. ഇങ്ങനത്തെ ചെറിയ ഇൻഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ കൂടുതലുണ്ടാകാൻ തുടങ്ങി. അതെപ്പോഴും നമ്മൾ ഒരു ഗോത്രത്തിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇൻഗ്രൂപ്പുകളുടെ ഒരു സെപ്പറേഷൻസ് പിന്നെ ഉണ്ടാകാൻ തുടങ്ങി. അതാണ് പിന്നെ സംഭവിച്ചിട്ടുള്ളത്. അത് ആളുകൾ തമ്മിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ ഏരിയകൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്ന സമയത്താണ് ചെറിയ കൊച്ചു ഗ്രൂപ്പുകൾ, വലിയൊരു ഗ്രൂപ്പിനകത്ത് തന്നെ ചെറിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുക എന്ന് പറയുന്നതും, അത് ലാൻഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് കൃഷിയോട് ബന്ധപ്പെട്ട് ആണ് ഓണർഷിപ്പ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. അതുവരെ അങ്ങനെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആയുധത്തിനോടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൂള്, ഇതിൽ പറയണ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അതിനകത്തെ ടൂള് എന്ന് പറയുന്ന ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണിയായുധങ്ങളും അല്ലാത്ത ആയുധങ്ങളും തമ്മിലുള്ള അത് ഓണർഷിപ്പ് മാത്രമേ അതുവരെ ആൾക്കാർക്ക് മൊബൈലാണ് നമുക്ക് അതെല്ലാം മൊബൈൽ ആ നിലവാരത്തിലുള്ള ഓണർഷിപ്പ് മാത്രമായിരുന്നു അനുഭവിച്ചിരുന്നത്. പക്ഷെ അതല്ലാതെ ലാൻഡ് എന്ന് പറയുന്നത് മറ്റേ ഗ്രാമത്തിൻ്റെ അതിരിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഉള്ളിനകത്ത് തന്നെ ചെറിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുക എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ് പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്നത്. അത് ഈ തട്ട് സമൂഹം ഉണ്ടാകുന്നത് പോലെ തന്നെ ഉണ്ടായതാണ്. മേൽത്തട്ടിലെ സമൂഹത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിങ്സ് രൂപപ്പെടുന്നുണ്ട്. ആ രൂപപ്പെടുന്ന വഴിയാണ് സങ്കീർണമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളും കാര്യങ്ങളും ആളുകൾ കീഴ്പ്പെട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ തന്നെ മേളിലുള്ള അപ്പോൾ അങ്ങോട്ടും ഈ നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യർ അപ്പുറത്തുള്ളവരെ പറ്റിയുള്ള ഗോസിപ്പുകളുടെ ലോകം, ശരിക്കും പറഞ്ഞാൽ കഥ പറയുന്നു എന്ന് ഹരാരെ പറയുന്ന ആ ഏരിയ യഥാർത്ഥത്തിൽ വികസിക്കുന്നത് ഈ ചെറിയ ഇൻഗ്രൂപ്പുകളിലെ പരസ്പരം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ഇണക്കിയെടുക്കാനും പ്രീണിപ്പിക്കാനും ഈ കഥകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അത് പറഞ്ഞു വരുത്തുകയും, അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിനകത്ത് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കഥകൾ, അവരെ പറ്റിയുള്ള നല്ല കഥകൾ പറയുക എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പൊതുവായ ബലത്തിന്, ചെറിയ ഗ്രൂപ്പിന് അത്രയും വലിയ ഗ്രൂപ്പിനകത്ത് തന്നെ സ്ഥാനമാനങ്ങൾ, ഹെയറാർക്കിക്കലായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സഹായിച്ചത് ഈ മൂല്യബോധമാണ്. അപ്പം കിൻഷിപ്പിനോട് ഏറ്റവും കൂടുതൽ ആരാണ് പ്രതിബദ്ധതയോടെ പെരുമാറുന്നത് അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നവരായിട്ട് മാറിയെന്നവർ, പക്ഷെ അതേ സമയത്ത് അവർക്ക് പൊസഷൻ കൊണ്ട് അവർ മാറുന്നതും, അതുപോലെ തന്നെ ഒരു പ്രദേശം ഒരു കുട്ടടയിരിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ആർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന സാധനത്തിനകത്താണ് പിന്നെ അങ്ങോട്ട് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പ്രൈഡ് ഇതൊക്കെ വരുന്നത്. അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത ആൾ കഴിയുമ്പോൾ അടുത്ത ആളാകുക എന്ന് പറയുന്ന അറിവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സ്കിൽ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടും അടുത്ത സ്ഥാനമാനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ട് ഇപ്പോൾ സ്പോർട്സ്, ആർട്സ്, നമ്മൾ ഈ പറയുന്ന എല്ലാത്തിനകത്തും ആൾക്കാർ സ്കിൽഫുള്ളായി മാറുന്നതിൻ്റെ കോമ്പറ്റീഷൻസ് ലോകം മുഴുവനും എല്ലാ രാജ്യത്തും നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പം ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്നതിനകത്ത് ഉണ്ടാകുന്ന ആരാണ്, അതേപോലെ തന്നെ പശുവിനെയോ ആടിനെയോ ഒക്കെ മേയിച്ചാൽ അതിനകത്ത് ബലമുള്ളതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നവരായിട്ടിരിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് മുഴുവൻ നമുക്ക് കാണാം. സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം തന്നെ സവിശേഷമായി ഉണ്ടാകുന്നുണ്ട്. അത് ഈ കൃഷിയായി ബന്ധപ്പെട്ട് കൃഷിയിൽ ഉപയോഗിക്കേണ്ട സ്കില്ലുകളായി, ആ സ്കില്ലുകളായിരുന്നു ആദ്യത്തെ കോമ്പറ്റീഷൻ മുഴുവനും. ഏറ്റവും കൂടുതൽ ഭാരം പൊക്കി ഒരു എത്ര ചാക്കെടുത്ത് സാധനം, ഈ ചാക്കൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പിന്നീടാണ് ഞാൻ ഈ പറയുന്നത്. ഭാരം പൊക്കുക എന്ന് പറയുന്ന ഒരു പാറ പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ വിറകൊക്കെ കീറാനായിട്ടുള്ള കഴിവ് ഒക്കെ, ഇത് ഫിസിക്കലായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും സ്കിൽ സെറ്റ് വരുന്നത്. ഈ ഇപ്പോൾ എന്താണ് കുന്തം എറിയാനുള്ള കഴിവ്, അത് ഉന്നത്തോടെ എറിയാനുള്ള കഴിവ്, കവണി വെച്ച് എറിയാനുള്ള കഴിവ്, ഇങ്ങനത്തെ
ആക്രമിക്കാനായിട്ട് പോകുന്നവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലെ ഏറ്റവും മിടുക്കരായി മാറുന്ന തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇൻ ഗ്രൂപ്പിൽ ആരംഭിക്കുകയും അവർ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ചെറിയ ഗ്രാമപ്രദേശം ഉണ്ടാക്കിയാൽ 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനായിട്ട് മാറുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു 10,000 വർഷം കൊണ്ട് ലോകവ്യാപകമായി പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ വികസിക്കുന്നുണ്ട് എല്ലാത്തിനകത്ത്. അപ്പം ഒരു വർഷത്തിലൊരിക്കൽ ഏറ്റവും സമ്പന്നമായിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ്റേതായിട്ടുള്ള. അപ്പോൾ അത് ഈ തട്ട് സമൂഹത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും വന്നിട്ടില്ല. അത് നമ്മളിത് കാണണം. എന്ന് പറഞ്ഞാൽ തരക്കാരുമായിട്ട് മാത്രമേ യുദ്ധം തന്നെ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. എല്ലാവർക്കും എല്ലാവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും നോക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ യോഗ്യത ഈ പറയുന്ന വംശാവലി അനുസരിച്ചിട്ടുള്ള ആരാണോ ഏറ്റവും പെഡിഗ്രിയിൽ ഉയർന്നു നിൽക്കുന്നവരെന്ന് പറയുന്നവരൊക്കെ തമ്മിൽ ആ തരങ്ങൾ തരാതരക്കാരുമായിട്ട് മാത്രമേ ഗുസ്തി പിടിക്കത്തുള്ളൂ, അമ്പ് ചെയ്യത്തുള്ളൂ, കളിക്കത്തുള്ളൂ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ആ തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളിലെല്ലാം തന്നെയായിരുന്നു സ്പോർട്സൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് അല്ലാതെ പിന്നുണ്ടായിട്ടുള്ള ഇത് വളരെ വികസിച്ച സമൂഹത്തിനകത്ത് ഈ പറയുന്ന ഗ്ലാഡിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ റോമിൻ്റെ ഒക്കെ കഥയ്ക്കകത്തൊക്കെ വരുന്ന സമയത്ത്, പക്ഷെ അവർക്ക് അടിമയായിരുന്നിരിക്കുമ്പോൾ തന്നെ അവർ സ്കിൽഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ മൃഗങ്ങളെയൊക്കെ തോപ്പിക്കുന്ന, അവർക്ക് ഇഷ്ടംപോലെ ധനമൊക്കെ ഉണ്ടാകും. പക്ഷേ പദവി അവർക്കൊരിക്കലും സോഷ്യൽ സ്റ്റാറ്റസ് ഇതിന് മേളിൽ പോകത്തില്ല. അത് അങ്ങനെ തന്നെ തുടരും. അതിനകത്ത് അവരുടെ നിലയിൽ അവർ ഏറ്റവും മിടുക്കരായിട്ട് മാറുന്നു എന്ന് പറയുന്നതാണ്. അപ്പം ഓരോ ഗോത്രവും അപ്പം ഇങ്ങനെ ഗോത്രങ്ങൾ തമ്മിൽ ചേർത്ത് ഗ്രാമങ്ങൾ രൂപപ്പെടുന്നത് പോലെ തന്നെ ഗ്രാമങ്ങൾ ചേർത്ത് രാജ്യങ്ങൾ രൂപപ്പെടുകയും കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചേർത്ത് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുക എന്ന് പറയുന്നതാണ് വലിയൊരു പ്രോസസ്സ് പിന്നെ അങ്ങോട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഈ സ്പോർട്സ് അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എക്സെൽ ചെയ്യാനുള്ളത് മാത്രമല്ല, പരസ്പരം യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രവണതയും കൂടെ. യുദ്ധം ചെയ്യുന്നത് റെയ്ഡ് ആരംഭിച്ചപ്പോൾ തൊട്ട് അതുണ്ട്. ഈ മത്സരങ്ങൾ തമ്മിൽ ഈ മത്സരങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന സ്കിൽ സെറ്റുകൾ മുഴുവൻ വികസിപ്പിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പൊതുവായ രാജ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്ന അത് ബലപ്പെടുന്നതിന് ഇത് ഈ സ്കിൽ സെറ്റുകൾ മുഴുവനും ഏറ്റവും നല്ലതായി മാറിയെങ്കിൽ മാത്രമേ യുദ്ധത്തിലും വിജയിക്കത്തുള്ളൂ. അപ്പം പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുണ്ടാകുന്ന ഈ ബേസിക്കായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഡിഫറൻസസ് ആക്സെൻറ്റുവേറ്റഡ്, അതിനെ വികസിപ്പിക്കുന്ന നിലവാരത്തിലാണ് സിസ്റ്റങ്ങൾ മുഴുവൻ വന്നത്. കുറേ കൂടി പുരുഷൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ ഉറപ്പിക്കുന്ന സമയത്ത് പുരുഷന്മാരായിട്ട് ബലമുള്ള പുരുഷന്മാർക്ക് ധാരാളം സ്ത്രീകൾ അവൈലബിളായി മാറുക എന്ന് പറയുന്നത്, അങ്ങനെയാണ് രാജാവിന് ഹാരമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കാണ് പിന്നെ അതങ്ങോട്ട് നീങ്ങുന്നത്. അവിടെയൊക്കെ തന്നെ നമുക്ക് കാണാം, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അടിമ സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ അവരാരെങ്കിലും രാജാവാകത്തില്ല, അടിമക്കുഞ്ഞ് തന്നെയായിരിക്കും. പക്ഷെ അല്ലാത്തവരുടെ ഇടയിലെ വംശാവലി അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഈ അടുത്ത അധികാരം ആർക്കാണ് വരുന്നതെന്നുണ്ടാകുന്നത്. അപ്പോൾ അതുമെല്ലാം ഈ മേഖലകളുടെ ഓരോ പ്രദേശങ്ങളിനകത്ത് ഈ കീഴ്പ്പെടുത്തി ജോലി ചെയ്യിക്കുന്ന സിസ്റ്റം, അതിനെയാണ് ഭരണം എന്ന് പിന്നെ വരുന്നത്. ഭരണ സംവിധാനം എന്ന് പറയുന്നത് അടിമകളെ പിടിച്ചുകൊണ്ടുവന്ന് ജോലി ചെയ്യിച്ച് അതിൻ്റെ അകത്തുനിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സർപ്ലസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ മേൽത്തട്ടിലുള്ളവർ സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഭരണം എന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പം എല്ലാ സെക്ഷനിലും പെടുന്നവർ അതാത് സെക്ഷനിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അവർ എങ്ങനെ, അപ്പോൾ അതിനുള്ള ആശയങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിന്ന് കാണുന്ന എത്തിക്കൽ മോറൽ എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഈ ഹെയറാർക്കി ഉറപ്പിക്കുകയും അതിനകത്ത് കലർന്നു പോകാതെ, അതുകൊണ്ടാണ് ഈ സങ്കരവർഗം എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ പിൽക്കാലത്ത് ഇത്ര ശക്തമായിട്ട് വരുന്നത്. ഈ ഹെയറാർക്കിക്ക് കുഴപ്പം വരുന്ന ഒന്നും തന്നെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്.
ഈ എല്ലാ സിസ്റ്റംസും മതങ്ങളും ഒക്കെ മതം അതിനാണ് ഉണ്ടായത്. അതിനാണ് മതം ഉണ്ടായത് ആളുകളെ നന്നാക്കാനാണെന്നൊക്കെയുള്ള ഈ മോറൽ വാല്യൂ ഒക്കെ ഇപ്പൊ പറയുന്നത് ഒന്നും തന്നെയല്ല. അതിന്റെ ഉപയോഗവും അതിന്റെ ഉദ്ദേശവും അതൊന്നും അല്ല. മോറൽ വാല്യൂസ് ഇപ്പൊ പറയുന്നത് തന്നെയാവാം, പക്ഷെ അവർ ഈ പഴയ വാല്യൂസ് ആണ് പറയണതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, മോറൽ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഹെയറാർക്കിക്ക് കോട്ടം വരാത്ത മോറൽ വാല്യൂ ആണ് എത്തിക്സ്. അല്ലെങ്കിൽ ഹെയറാർക്കിനെ നിലനിർത്തണം, ഹെയറാർക്കിയെ നിലനിർത്തുന്നതാണ്. അതിനകത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് തൊട്ട് ഈ പറയുന്ന സോഷ്യൽ ക്ലാസസിനെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ അതിനകത്ത് പ്രതിഷേധം ഉണ്ടാകാതെ ആന്തരികമായിട്ട് ആളുകളെ കീഴ്പ്പെടുത്തുന്നതിനുള്ള ആശയരൂപീകരണവും അതിൻ്റെ സിസ്റ്റമാറ്റിക് പ്രാക്ടീസസുമാണ് നമ്മൾ പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസവും സെമിനാരിയും മദ്രസയും എല്ലാം ആളുകളെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായി അനുസരണയുള്ളവരാക്കി മാറ്റി ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി ആ ശക്തിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ലോകം ആരുണ്ടാക്കി എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഉമ്മാക്കി ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഉമ്മാക്കി കൃത്യമായ ദൈവമാക്കി മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ പല ഗോത്രങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ എല്ലാ ഗോത്രത്തിൻ്റെയും ദൈവത്തിനെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത്, ദൈവങ്ങളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നതാണ് മതത്തിൻ്റെ മറ്റൊരു വർക്ക്. ഏകദൈവം എന്നൊക്കെ ഏകദൈവത്തിലേക്ക് എത്തുന്നത് വർഷങ്ങളെടുത്തിട്ടാണ്, എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം കൊണ്ടാണ്. അതിനു മുമ്പ് മുഴുവനും പ്രധാന ദൈവവും ഉപദൈവങ്ങളുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ ഗ്രീസിലൊക്കെ എടുത്താൽ സ്യൂസും ഒരു പറ്റം ദൈവങ്ങളാണ്. അവർക്കൊക്കെ പോർട്ട്ഫോളിയോ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ മന്ത്രിമാർക്കുള്ള പോർട്ട്ഫോളിയോ പോലത്തെ പോർട്ട്ഫോളിയോ ഉള്ള ദൈവങ്ങളായിരുന്നു ആദ്യകാലത്തുണ്ടായതുകൊണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യക്കാർക്കാണെങ്കിൽ, ഇന്ത്യക്കാരല്ല ശരിക്കും പറഞ്ഞാൽ പേർഷ്യക്കാരുടേതാണ്, അവിടുന്ന് വന്നതാണ് വരുണൻ, ഇന്ദ്രനും എല്ലാം ഈ തരത്തിലുള്ള ദൈവങ്ങൾ മുഴുവനും. ഇപ്പോൾ നമ്മൾ ആദ്യകാലത്തെ ഋഗ്വേദത്തിനകത്തെ ദൈവങ്ങളെന്ന് പറയുന്ന ഒന്നും നമ്മുടെ ഈ നാട്ടിലെങ്ങും ഉള്ളതല്ല, കഥയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇന്ദ്രനെയാണെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അപമാനിതനായ ഒരു ദൈവവും കൂടാണ്. പക്ഷേ ഉപനിഷത്തെടുത്ത് വായിക്കുവാണെങ്കിൽ ഇന്ദ്രനെയാണ് പൂജിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഉണ്ടായതല്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റും. അവർക്കൊക്കെ വളരെ കൃത്യമായ ഡെസിഗ്നേഷൻസ് ഉള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഗ്രീസിൽ പോയാലും റോമിൽ പോയാലും എല്ലാം നമുക്ക് ഈ കാണാം. ഓരോന്നിനും സ്പെഷ്യൽ ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്പെഷ്യൽ ദൈവങ്ങളുടെ കാലത്ത് അത്തരത്തിലുള്ള ഒരു സാമൂഹിക ഘടനയ്ക്കകത്ത് അതേ ന്യായങ്ങളുള്ളതായിട്ടായിരിക്കും നിൽക്കുന്നത്. ബ്രേക്ക് ചെയ്യുക എന്നുള്ള പരിപാടിയല്ല, അത് നിലനിർത്തുക എന്നുള്ള, അതിനുള്ള ലെജിറ്റിമേഷൻ കിട്ടുക എന്ന് പറയുന്നതായിരുന്നു ഈ കഥകൾ കൊണ്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം ആന്തരികമായി മനുഷ്യരെ പരുവപ്പെടുത്തി ഒരു തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളിനകത്ത് അവരതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ചിന്തിച്ച് മറ്റൊരു തരത്തിൽ അപകടം ഉണ്ടാക്കാതിരിക്കാനും ഹെയറാർക്കി കൃത്യമാക്കി മനസ്സിലാക്കി ജീവിക്കാനും പഠിപ്പിക്കുന്നതിനുള്ള പരിശീലന കളരിയായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മതപാഠശാലകൾ മുഴുവൻ ലോകവ്യാപകമായി ഉണ്ടാക്കിയത്. ഇത് ആളുകൾ ഈ ഒന്നിച്ചുകൂടി ആദ്യം തൊട്ട് തീർത്ഥാടന കേന്ദ്രം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നിച്ചു കൂടാനായിട്ട് ഇന്ന കാലഘട്ടത്തിനകത്ത് ഇന്നടുത്ത് വരണം, നമുക്ക് എല്ലാവർക്കും കൂടെ അന്ന് അവിടെ ഒന്നിച്ചു കൂടാമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്ന് ഈ ആളുകൾ കൊണ്ടുവരുന്ന ടോട്ടംസ് എന്ന് പഴയ ഇംഗ്ലീഷുകാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിൻ്റെ അവരെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് ദൈവത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ഒന്നീ ഒരു കൊടിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവ്യ ഉപകരണമായിരിക്കും. അതായിരിക്കും അവരുടെ അടയാളപ്പെടുത്തുന്നത്. ആ അടയാളങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊരിടത്ത് പ്രതിഷ്ഠിച്ചിട്ടായിരുന്നു ആദ്യകാലത്തെ ദേവാരാധന കളക്റ്റീവായിട്ട് ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ഗോത്രത്തിനും അവരുടെ ദൈവം അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാം. പക്ഷേ പിൽക്കാലത്ത് ഇവരുടെ മുകളിലെല്ലാം ആധിപത്യത്തോടിരിക്കുന്നവരുടെ ഹെയറാർക്കിക്ക് അനുസൃതമായി ഈ ദൈവങ്ങളെ മുഴുവനും വ്യാഖ്യാനിച്ച് ഒരു വലിയ ആദ്യത്തെ ദൈവത്തിനോട് ഉപദൈവങ്ങളാക്കി ഇവരെ മുഴുവൻ മാറ്റുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ്. അധികാരം കൈയാളുന്ന വിഭാഗത്തിന്റെ ദൈവത്തിന് ഏറ്റവും അതാണ് പ്രാമുഖ്യം. ഇപ്പോഴും നമ്മൾക്ക് ഇവിടെ ഒരു മതം അങ്ങനെ ഓർഗനൈസ്ഡ് റിലിജൻ എന്ന് നമ്മൾ പറയുന്നത് വരുന്നതിന് മുമ്പുള്ള പ്രോസസ്സ് ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കാണാൻ പറ്റും. ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാന ദൈവവും ഉപദൈവങ്ങളും ഇരിക്കും. അത് ഈ ഓരോ ഗോത്രങ്ങളെ എത്ര ഗോത്രങ്ങളെ ഉണ്ടോയെന്ന് അവരുടെ എല്ലാ ദൈവവും ഒന്നിച്ചിട്ടുണ്ടാകും. ഇപ്പം അറേബ്യയിലെ
അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെയുള്ള സകല ദൈവങ്ങളെയും പിഴുത് കളയുന്നുണ്ട്. അത്രയും ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അതിനു വേണ്ടി ദൈവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നമുക്ക് പേര് പറഞ്ഞു തീർക്കാനൊക്കെ അത്രയും ദൈവങ്ങളുണ്ടായിരുന്നു. നമുക്ക് തന്നെ 30 കോടി എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഈ 30 കോടി ദൈവമൊക്കെ ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഈ ഇന്ത്യക്കാരൻ്റെയൊക്കെ പറയുമ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ആൾക്കും ഓരോരോ ദൈവം. എല്ലാത്തിനകത്തും ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് പഠിക്കുന്നതിനോട് ബന്ധപ്പെട്ടും കൂടാണ് ആ ദൈവങ്ങളെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രോസസ്സിനകത്ത് ഹെറാർക്കിക്കൽ സിസ്റ്റം വളരെ കൃത്യമാക്കുന്ന നിലവാരത്തിൽ തന്നെ ഹെറാർക്കിക്കലായിട്ട് തന്നെയായിരുന്നു ദൈവങ്ങളും ഉണ്ടായിരുന്നത്. അല്ലാതെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ചരിത്രത്തിനകത്ത് വളരെയധികം ഇൻ്റഗ്രേഷൻ സാമൂഹികമായിട്ടുണ്ടായി. വലിയ സാമ്രാജ്യങ്ങളുണ്ടായപ്പോൾ ഈ രാജാവ് വലുതായി സാമ്രാട്ട് ആ പ്രോസസ്സിനോടൊപ്പമാണ് ദൈവത്തിൻ്റെ ഈ തരത്തിലെ വളർച്ച ഉണ്ടാകുന്നത്. ഈ പ്രധാന ദൈവവും ഉപദൈവങ്ങളുമായിട്ട് ആദ്യം മാറിയതിന് ശേഷം ഒരു ദൈവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളുടെ കാലങ്ങളിൽ ഒരു 2000, 3000, 4000 ഒക്കെ വർഷത്തിനകത്ത് ആണ് നമ്മൾ അത്തരത്തിലുള്ള സാമ്രാജ്യങ്ങളൊക്കെ ലോകത്ത് രൂപപ്പെടാൻ തുടങ്ങുന്നത്. ആ തുടങ്ങുന്നതിനോട് ബന്ധപ്പെട്ടാണ് ഏകദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകം മുഴുവനും ഓരോ ഈ വലിയ സാമ്രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുണ്ടാകുന്ന ചക്രവർത്തി എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ ദൈവത്തിനകത്തൊരു വളർച്ചയുണ്ടാകുന്നതാണ് ചക്രവർത്തി. അതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തുന്നത്. മതങ്ങൾ കുറേ കൂടിയും ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമായി കഴിഞ്ഞാൽ ഒരാൾ ഒരു ഊപ്പ പോലും ചാടിപ്പോകത്തില്ല എന്ന് നമ്മൾ പറയുന്ന പ്രയോഗത്തിനെ മുഴുവൻ പേരെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു അതിർത്തിക്കകത്ത് കൊണ്ടുവന്ന് അവരെ മുഴുവനും അവരുടെ കുട്ടിക്കാലം തൊട്ട് അവർ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യത്തിനകത്തും നോട്ടത്തോടെ ഇരിക്കാൻ, നിയന്ത്രണത്തോടെ ഓരോ എന്നിട്ട് അത് വളരെ കൃത്യമായി ആചരിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് പിന്നെ അങ്ങോട്ട്. അപ്പോഴാണ് ഈ രാജാക്കന്മാർ എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു പുതിയൊരു മതം വന്നാൽ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ സിസ്റ്റം വളരെ നല്ലതാണെന്ന് അവർ കണ്ടെത്തുന്നത് വഴിയാണ്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വിശ്വാസത്തിൻ്റെ യുക്തിയൊന്നുമല്ല. ഇത് ഉപയോഗിച്ചാൽ ജനങ്ങളെ കംപ്ലീറ്റ് കീഴ്പ്പെടുത്താൻ പറ്റും അവരുടെ ഏത് ചർച്ചയ്ക്കകത്തും. അപ്പോൾ അങ്ങനെ ഈ ഒരാൾക്ക് വെളിപാട് വന്ന് മിണ്ടുമ്പം ഇത് കൊള്ളാവുന്നതാണെന്ന് തോന്നിയാൽ ആ വെളിപാടെടുത്ത ഒരു രാജാവ് ഒരുത്തൻ്റെ വെളിപാട് അവന് ഇരുന്ന് ചിന്തിച്ചിട്ട് മനുഷ്യരെല്ലാവരും മര്യാദയ്ക്ക് എങ്ങനെ പെരുമാറണമെന്നുള്ള കഥയൊക്കെ പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഭരിക്കാൻ പറ്റുമെന്നുള്ള കഥയൊക്കെ പറയുന്നത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു വെളിപാടുകാരൻ ഉണ്ടാകുന്നത്. പക്ഷേ ഈ വെളിപാടുകാരൻ്റെ വെളിപാട് ഒരു രാജാവ് എടുത്ത് ഉപയോഗിച്ചാൽ മാത്രമേ അതൊരു മതമായി മാറുകയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ നിയന്ത്രിക്കുന്നതിനുള്ള ആശയം ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് മാറുകയുള്ളൂ. അപ്പം ഈ ഒരു പ്രോസസ്സാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിൽ നമ്മൾ നോക്കിയാൽ മതി, ദൈവങ്ങളെയൊക്കെ കല്യാണമൊക്കെ കഴിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഇതുള്ള കഥകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെയാണ്. അത് അങ്ങനെ കാണുക, അങ്ങനെ സമൂഹങ്ങൾ എല്ലാം തമ്മിൽ ചേർക്കുന്നതിന് ഒരു രാജാവ് പോയി വേറൊരു രാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുന്നത് അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ്. അപ്പം യുദ്ധങ്ങൾ ഒഴിവാക്കാൻ പോലും വിവാഹങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിനകത്തുണ്ടായിരിക്കുന്ന ഒരു ദൈവത്തിനെ കൊണ്ട് വേറെ ദൈവത്തിനെ കല്യാണം കഴിപ്പിക്കും. അതുവഴി ഒരു ജനതയെ തമ്മിൽ ചേർക്കാൻ പറ്റും. യുദ്ധം ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള മെക്കാനിസങ്ങളും അതിനുള്ള ന്യായങ്ങൾ പറയുക. മാത്രമല്ല ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അന്ന് എഴുത്തൊന്നും ആയിട്ടില്ലാത്ത ഒരു കാലത്തിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഏരിയകളെന്ന് പറയുന്നത്. അതുകൊണ്ട് വാമൊഴിയായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒരുത്തന്നെ ഇരുന്ന് കാണാതെ പഠിച്ച് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പെരുമാറണം, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്, ആരോടാണ് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കേണ്ടത്, ആരോട് ആണ് നമ്മൾ കീഴ്പ്പെടുത്താൻ, ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, ആരെയും നമ്മൾ അനുസരിക്കരുത്, ആരെയാണ് നമ്മൾ ഭരിക്കേണ്ടത്, ഇങ്ങനെ പഠിപ്പിക്കുന്ന മുഴുവൻ ആശയ സംഹിതകൾ എന്ന് പറഞ്ഞാൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പദ്യരൂപേണ ശ്ലോകങ്ങളാണ് ആദ്യകാലത്തെ എല്ലാ ഈ തരത്തിലുള്ള ആശയങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അന്ന് എഴുതപ്പെട്ടെന്ന് വാക്ക് പറഞ്ഞു വാമൊഴിയായിട്ട് പറഞ്ഞ് ക്രോഡീകരിച്ച് അത് ഹൃദയസ്ഥമാക്കി ആളുകളെ ചൊല്ലി കേൾപ്പിച്ച് അത് പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനത്തിന് കഥയും ഉപകഥയും പഠിപ്പിച്ച് പറയുന്ന സംഘങ്ങളെ എല്ലായിടത്തേക്കും പറഞ്ഞുവിടും.
അത് നമ്മൾ മനസ്സിലാക്കണം. മിഷണറി പ്രവർത്തനം ഈ ആദ്യകാലത്തെ മതപരമായ ഇത് മുഴുവൻ പഠിപ്പിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നതിന് മിഷണറിയായിട്ട് പോയി അവർ നിന്ന് എന്തുകൊണ്ടിത് എന്നുള്ളതിൻ്റെ അപ്പോഴാണ് ഡിബേറ്റുകളും കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അവിടെ ഇത് പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന നിലവാരത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനെ ആ ഒരു പ്രോസസ്സിനെയാണ് മതപരമായിട്ടുള്ള വളർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈറാർക്കിക്കലായിട്ട് സമൂഹത്തെ നിലനിർത്തുക, അതിനുപയോഗിച്ചൊരു മതം ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പം ഈ പല വിഭാഗങ്ങളല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് സംശയത്തോടു കൂടെ നിന്നിരുന്ന വിഭാഗങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ഫൈറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു അതിന് ആന്തരികമായി അല്ലാതെ ഈ മനുഷ്യർ ഈ ഒരുമിച്ച് വരുന്ന ഒരു പ്രോസസ്സിൽ അത് വളരെ ഫങ്ഷണലായിട്ട് വളരെ ക്രൂഷ്യലായിട്ട് നിന്നിരുന്നില്ല. അത് അങ്ങനെ, പക്ഷെ അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റമാണെന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റമാണ്, പക്ഷെ ഒരു ആളുകളെ അതിപ്പം നമ്മൾക്ക് ഏറ്റവും നല്ല അത്തരത്തിലുള്ള ഫിലോസോഫിക്കൽ ഇൻസൈറ്റോടെ ആ വിഷയം പറഞ്ഞിട്ടുള്ള ചൈനക്കാരാണ്. താവോ മതമോ ഒക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പം അതിനകത്തൊക്കെ ഈ തരത്തിലുള്ള ആശയങ്ങളിനകത്ത് ഏറ്റവും വലിയ ചൈനക്കാരുടെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ദുഃഖിച്ച് വിഷമിച്ച് ഏറ്റവും മോശമായ പേരുദോഷം ഉണ്ടാക്കിയ രാജാക്കന്മാരാണ് ലോകത്തിനെ യോജിപ്പിച്ചതെന്നുള്ള അവരുടെ ഒരു കണ്ടെത്തലാണ്. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അവരുടെ ആ ഫിലോസഫി പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ കാരണം ക്രൂരമായ തീരുമാനമെടുക്കാൻ ബാധ്യത മറ്റുള്ളവരെ പോലെ നല്ല ആളാകാൻ ഒരിക്കലും രാജാവിന് കഴിയില്ല. രാജാവ് നിയമം പാലിക്കാനായിട്ട് വേണ്ടി ആൾക്കാരെ നിർബന്ധിക്കാൻ ബാധ്യത വരുന്നത് അങ്ങനെ ആളുകളെ യോജിപ്പിക്കുക. അപ്പോൾ തമ്മിലടിക്കാതെ ആളുകളെ യോജിപ്പിച്ചു എന്നുള്ളതാണ് അതാത് പ്രദേശത്തെ ന്യായം. പക്ഷെ അപ്പോഴും മറുവശത്ത് ശത്രുക്കളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇവരെല്ലാവരെയും യോജിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ലോകം എന്ന് പറഞ്ഞിട്ട് അന്ന് കാലത്ത് മനുഷ്യർ ലോകം എന്ന് പറയുമ്പോൾ അവരുടെ അനുഭവത്തിനകത്തുള്ള ലോകം കാടിന് നടുക്കുള്ള ഒരു ഈ പ്രദേശമാണ് ഈ ലോകത്ത് സമാധാനം വരണം എന്ന് അവിടെ പറയുമ്പം അവരുടെ അറിവിലുള്ള ആ പ്രദേശം മാത്രമാണ് അവരുടെ ലോകം. അപ്പം രാജ്യങ്ങളെ വികസിക്കുക എന്ന് പറയുമ്പോൾ ഈ അതിരിങ്ങനെ വികസിക്കുന്നുണ്ടല്ലോ. അതിര് ഒരു കാട്ടിനകത്തെ അതിര് വികസിക്കുന്നതിനോടൊപ്പം തന്നെയാണ് തൊട്ടടുത്ത ഇതുപോലത്തെ ഒരു എണ്ണം കീഴടക്കി സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. അതുവഴി കാട് പലതരത്തിലുള്ള രാജ്യങ്ങളെ ചേർത്ത് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പെടുന്ന കാടായിട്ട്, അതുവരെ മറ്റേത് രാജ്യത്തിന് പുറത്തുള്ളതെല്ലാം കാടായിരുന്നു. കാടിൻ്റെ മേളിൽ ആർക്കും അധികാരം സത്യത്തിൽ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ കപ്പം കൊടുക്കുമ്പോഴും കാട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന കാട് മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ജീവിക്കാനൊക്കത്തില്ല. കാരണം എവിടെ പോയാലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി സിസ്റ്റത്തിനകത്ത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ശരിക്കും നിങ്ങൾക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് നമ്മൾ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തിട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഈ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പലതരത്തിലുള്ള അടയാളങ്ങളുമായിട്ട് അവിടെ ചെല്ലാണ്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്ന പാസ്പോർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിനൊക്കെ ആദ്യകാലത്ത് സീല്, മുദ്രപത്രം എന്ന് പറയുന്നത് ഒക്കെ ഉണ്ടാക്കി സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിട്ട് വേണം പോകാൻ. ട്രേഡ് ചെയ്യണമെങ്കിൽ പോലും ഈ തരത്തിലുള്ള ഈ രാജാവിൻ്റെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ മാത്രമാണ് മറുവശത്ത് ആ ട്രേഡ് ചെയ്യാനൊക്കത്തുള്ളൂ. രാജ്യങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിലേക്ക് വ്യക്തിഗതമായി അതുവരെ ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറുന്നുണ്ട്. മാത്രമല്ല ട്രേഡ് രൂപപ്പെടുന്ന സമയത്ത് രാജാവ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ ഏത് രാജാവിനാണോ ട്രേഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നവർ വലിയ രാജാവായി മാറും. കാരണം അവർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ട്രേഡ് ചെയ്ത് അവിടുത്തെ സാങ്കേതിക വിദ്യയും അവിടുത്തെ ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന് ഈ രാജ്യത്ത് അത് സമ്പന്നമാക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്ത് പോകാൻ എന്ന് പറയുമ്പം കാട്ടിനകത്തോടുള്ള യാത്രയ്ക്ക് ആയുധങ്ങൾ അവർ മുന്നിലും പുറകിലുമായിട്ട് വിടാൻ പറ്റുന്ന ട്രേഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ട്രേഡ് കൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ടാകുന്നത്, കണക്ഷൻസ് ഉണ്ടാകുന്നത്. ആ കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് സാങ്കേതിക വിദ്യകളുടെ വികാസങ്ങൾ മുഴുവൻ ഉണ്ടായത്.
രണ്ട് ഒരിടത്ത് മൺമട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരിടത്ത് പിച്ചാത്തി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ഒരു കലപ്പ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറി പരസ്പരം കണക്റ്റഡായ സമൂഹങ്ങളിലാണ് വികാസങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതേ സമയത്ത് ഈ നഗരത്തിനകത്തേക്ക് പിടിക്കപ്പെട്ട് വരാതായി പോയ ഗോത്രങ്ങളിൽ കാട്ടിൽ കഴിഞ്ഞവർ, നമ്മളിന്ന് കാട്ടാളർ എന്ന് പറയുന്ന ഐസൊലേറ്റഡ് ആയിട്ട് അവർ അതേ മനുഷ്യർ തന്നെയാണ്, പക്ഷെ അവർ ഐസൊലേറ്റഡ് ആയിപ്പോയി, കണക്റ്റഡ് ആയി പോകാതെ വരുന്നത്. അപ്പോൾ കൃഷി കണ്ടുപിടിച്ചാലും കൃഷി വികസിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ആയതുകൊണ്ട് എവിടെയാണോ സമതല പ്രദേശങ്ങളിൽ മാത്രം, നദീതീരങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ ഉണ്ടായത്. കാട്ടിക്കഴിഞ്ഞവർ അല്ലെങ്കിൽ മലകളിൽ കഴിഞ്ഞവർ ലക്ഷക്കണക്കിന് വർഷമായിട്ട് ഗോത്രത്തിൽ കഴിഞ്ഞിരുന്നവരെ പോലെ തന്നെ തുടരുകയാണെന്നുള്ളതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നത് കോളനൈസേഷൻ എന്നുള്ള നിലയ്ക്കാണ്. ഒരു രാജ്യം വന്ന് വേറെ രാജ്യത്തെ കീഴടക്കുന്നു, രാജ്യം വന്ന് വേറെ രാജ്യത്തിനെ കീഴടക്കുന്നു നമ്മളിന്ന് പറയുന്നത് കടൽ കടന്ന് വന്നൊക്കെ ഉണ്ടായതിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അല്ല, അത് കോളനൈസേഷൻ അല്ല ഞാൻ പറഞ്ഞതേ. ഒരു കീഴടക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ കീഴടക്കുന്ന ഒരു എലമെൻ്റ് ഉള്ളപ്പോഴും ആ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. കണക്റ്റഡായ സമൂഹങ്ങളിനകത്ത് എക്സ്ചേഞ്ച് ചെയ്ത എന്ന് പറഞ്ഞാൽ വിഭവങ്ങളും ഈ സാങ്കേതിക വിദ്യയും അന്യഥാ ഉള്ള മറ്റു തരത്തിലുള്ള ഇൻഫർമേഷൻസും കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്താണ് വികാസങ്ങളുണ്ടായിട്ടുള്ളത്. അതിനൊരു സംശയവും വേണ്ട. ആളുകളെല്ലാം ഒറ്റ ജനതയായിട്ട് നമ്മൾ ഹോമോസാപ്പിയൻ ആണെന്ന് നമ്മൾ അറിയുമ്പോഴും അവർ തമ്മിൽ എങ്ങനെയാണ് ഇത്രത്തോളം വ്യത്യസ്തരായി മാറിപ്പോയെന്നുള്ളതിന് ഈ പറയുന്ന നിലവാരത്തിൽ കണക്റ്റഡായ സമൂഹവും അല്ലാത്തവരും തമ്മിലുള്ള ഡിവിഷനാണ് പ്രധാനമായിട്ടുണ്ടായത്. മറ്റൊന്ന് വ്യത്യാസങ്ങളുണ്ടായെന്ന് പറയുന്നത് സ്കിൻ ടോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഭൂമധ്യരേഖയ്ക്കകത്ത് ജീവിക്കുന്നവർക്ക് കറുത്തിരിക്കുക എന്ന് പറയുന്നതും മിതശീതോഷ്ണ മേഖലയിലോട്ട് പോകുമ്പോൾ ഈ വെളുത്തവരായിട്ട് മാറുക എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ടും അതിൽ സൂര്യപ്രകാശത്തിന് അൾട്രാവയലറ്റ് രശ്മികളെ തടയാനായിട്ടുണ്ടായിരുന്ന മെലാനിൻ എന്ന് പറയുന്നതാണ് കറുത്ത പിഗ്മെൻ്റ് ഉണ്ടാകുന്നതിന് കാരണമായിട്ട് നിന്നിരുന്നത്. നമ്മൾ ഭൂമധ്യരേഖയിൽ രൂപപ്പെട്ട മനുഷ്യരായതുകൊണ്ട് ആഫ്രിക്കയിൽ തന്നെ ആയിരുന്നവരെല്ലാവരും കറുത്തവരായിട്ട് ഇരുന്നിരുന്നത്. അതേ സമയത്ത് വടക്കോട്ടോ തെക്കോട്ടോ പറഞ്ഞാൽ കൂടുതലും നമ്മൾ വടക്കോട്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഭൂമധ്യരേഖ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന മുഴുവൻ ഈ തെക്കൻ ഹെമിസ്ഫിയറിനകത്ത് ഭൂമി കുറവാണ്. ഒന്നാണെങ്കിൽ ഓസ്ട്രേലിയ ആണെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിപ്പോയി കിടക്കുന്നതാണ്. അതേസമയത്ത് സൗത്ത് അമേരിക്കയും സൗത്ത് ആഫ്രിക്കയുടെ ആ ഭാഗവും മാത്രമാണ് ഈ തെക്കൻ ഹെമിസ്ഫിയറിൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളത്. ബാക്കി മുഴുവനും ഈ വടക്കൻ ഹെമിസ്ഫിയറിൽ ഭൂമി കടന്നതുകൊണ്ടാണ് അതിനകത്ത് ഏറ്റവും വലിയ ഭൂവിഭാഗമായിട്ടുള്ള യുറേഷ്യ എന്ന് വിളിക്കുന്ന ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യ വികാസം മുഴുവനും ഉണ്ടായിട്ടുണ്ടായത്. അപ്പം അവിടേക്ക് വരുമ്പോൾ വടക്കോട്ട് നീങ്ങിയ ഈ മനുഷ്യർക്കകത്താണ് സൂര്യപ്രകാശം സ്ലാൻഡിങ് ആയിട്ട് ഉരുണ്ട ഭൂമിയിൽ ഇവിടെ നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശം ചരിഞ്ഞു വരുന്ന കാരണം കൊണ്ടാണ് പ്രകാശം വേണ്ടും വണ്ണം ലഭിക്കാതെ വരുമ്പോൾ വൈറ്റമിൻ ഡി കുറയുന്നതനുസരിച്ചിട്ട് അഡാപ്റ്റീവായിട്ട് വെളുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ് വെളുത്ത മനുഷ്യരുണ്ടാകുന്നത്. ഫേഷ്യൽ ഫീച്ചേഴ്സ് ഡിഫറൻ്റ് ആയി വരുന്ന അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഈ ഫാമിലിയുടെ മനസ്സിലായി. പക്ഷേ ഈ വ്യത്യാസങ്ങളും കൂടെ ഉണ്ടാകുന്നത് കൊണ്ട് ഈ തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളത് ഈ തരത്തിലുള്ള വേരിയേഷൻസിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ്. അപ്പം ഗോത്രങ്ങൾ ഒരേപോലെ ഇരിക്കുന്ന ഗോത്രങ്ങളായാലും ശരി, ഗോത്ര സ്വഭാവം കൊണ്ട് അവർ ഇതുണ്ട്. പക്ഷേ കാഴ്ചയിൽ തന്നെ വ്യത്യസ്തരായ ആൾക്കാർ ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നതൊക്കെ പിൽക്കാലത്ത് സംഭവിക്കുന്നതാണ്. ഈ നിലവാരത്തിലുള്ള വേരിയേഷൻസും വരുന്നുണ്ട്. പക്ഷെ കുടുംബം എന്ന് പറയുന്നത് കൃഷി കുടുംബമാണ്. മനുഷ്യ ചരിത്രത്തിലാണ് അത് കിൻഷിപ്പുമായിട്ട് നേരിട്ട് രക്തബന്ധവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ ഗ്രൂപ്പ് രൂപപ്പെടുന്നത്. അത് ഈ രാജ്യങ്ങളിനകത്ത് തട്ട് സമൂഹത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന നിലവാരത്തിൽ ഓരോ പ്രദേശത്തെ ചെറിയ 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 ഇടങ്ങളിനകത്ത് ആർക്കാണോ കൂടുതൽ ആധിപത്യവും ഇത് വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നവരുടെ ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകളുടെ അസോസിയേഷനാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബത്തിന് പ്രാധാന്യം കുറച്ചും കൂടി പ്രസക്തി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം നിലനിർത്തുന്ന ഒരു സംവിധാനമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ വാല്യൂസും കൂടി രൂപപ്പെട്ടു വരുന്നത്.
അല്ലെ ഈ കുടുംബത്തിനകത്ത് ഒരു പ്രദേശത്തെ വിഭാഗത്തിനകത്ത് ആർക്കാണോ ആധിപത്യം ഉണ്ടാകുന്നത് അവരുടെ അടിമകളായിട്ട് മാറുന്ന ചെറിയ 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 നമ്മളിപ്പോൾ പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുന്ന ചെറിയ കൊച്ചു ഗ്രൂപ്പുകളുടെ സംഘാതങ്ങളാണ് രാജ്യമായിട്ട് നിൽക്കാറുള്ളത്. അപ്പം പല പ്രദേശത്തുള്ള ചെറിയ ഗ്രൂപ്പുകൾ, അതിപ്പോൾ നമ്മൾ ഈ തുരുത്തുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡായ ഒരു സ്ഥലം തന്നെ ആയിട്ട് ഒരു ദ്വീപ് നിൽക്കും. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ഹെയറാർക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു 1000 തുരുത്തുകളുള്ള, ഇപ്പം നമ്മളിപ്പോൾ മലേഷ്യ പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുത്താൽ പെട്ടെന്ന് അത് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും അവരെല്ലാവരും ഒരേ തരത്തിലെ മനുഷ്യരുമായിരിക്കും. അന്നാ വ്യത്യസ്തതകൾ വരുന്ന ഈ പറയുന്ന ഇപ്പോൾ ഒരു നദിയുണ്ടെങ്കിൽ നദിയുടെ ഇക്കരയുള്ളവരും അക്കരയുള്ളവരും എന്നുള്ള നിലവാരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ടാകും. ഇത് നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത ഒരെണ്ണമാണ് അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നത്. അത് മലയുടെ 2 മലകളുള്ള ഒരു സമതലം ഉള്ള സ്ഥലം ഉണ്ടായെന്ന് വെച്ചോ, ഈ മലക്കാരും ആ മലക്കാരും ഉണ്ടായിരുന്നു, സമതലത്തിലുള്ളവരും ഉണ്ടാവും. ഇതുപോലുള്ള എന്തെല്ലാം ജിയോഗ്രഫിക്കലായിട്ടുള്ള വേരിയേഷൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഹെറാർക്കിക്കൽ സമൂഹത്തിനകത്ത് പലതരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ ഭാഷ സംസാരിക്കുന്നതിനകത്ത് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോഴും ഈ പറയുന്ന തരത്തിലുള്ള സെഗ്മെൻറ്റ്സ് രൂപപ്പെടും. ഐഡൻറ്റിറ്റി ഭാഷയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവരും തമ്മിൽ ഡിസ്റ്റിങ്ക്റ്റ് ആകാൻ, അവർ വ്യത്യസ്തരാണെന്ന് വരുത്താൻ വേണ്ടി അവരുടെ വേഷഭൂഷാദികളിലും വ്യത്യാസങ്ങൾ അവർ തന്നെ ഉണ്ടാക്കും. മറ്റേതൊക്കെ സാഹചര്യം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അവരിൽ നിന്ന് ഡിഫറൻ്റ് ആണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി വസ്ത്രത്തിനകത്ത് ഒരേപോലെ വസ്ത്രം ഇട്ടാലും നിറവ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ടോ അടയാളങ്ങളിട്ട് വ്യത്യാസപ്പെടുത്താനോ വ്യത്യസ്തരാണെന്ന് കാണിക്കാനുള്ള മെക്കാനിസങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഗോത്രത്തിനകത്ത് തന്നെ ഈ അലങ്കാരങ്ങളിലൊക്കെ ഗോത്രത്തിന് ചിഹ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ചെറിയ ചെറിയ അവസാനം നമ്മുടെ ഈ ഒരു കുടുംബത്തിന് പോലും ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ, സട്ടിലായിട്ടുള്ള ഡിഫറൻസസ് ഉള്ള ഐഡൻറ്റിറ്റികൾ ധാരാളം ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രാജാവ് രൂപപ്പെട്ടതിന് ശേഷം പദവി നൽകി ഡിഫറൻസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ മരിക്കും. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിനകത്തും ഈ വികസിച്ച് വന്നിട്ടുള്ളത്. ആ വികസിച്ച് വന്നതിനകത്ത് ഈ കുടുംബത്തിനകത്തെ ഘടന, അവിടെയാണ് നേരത്തെ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സിസ്റ്റം പുറത്ത് രൂപപ്പെട്ടതോടെ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഈ പറയുന്ന ഹെറാർക്കി രൂപപ്പെടുന്നുണ്ട്. ആ രൂപപ്പെടുന്ന കാരണം കൊണ്ട് അമ്മ വഴി എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു മാട്രി ആർക്കി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിൽ ആർക്കി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും സത്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ പുരുഷന്റെ ഒരു ഡോമിനേഷനാണ് ശേഷമേ ഉടമസ്ഥതയും സാധനങ്ങളും ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ മെട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുന്ന അമ്മ വഴി ഒരു പ്രദേശത്തിൻ്റെ ആധിപത്യം അമ്മ വഴി വരുന്നതിനെയാണ് മെട്രിലീനിയൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ പോലും കാരണവർ എന്ന് പറയുന്ന സാധനമൊക്കെ അങ്ങനെയാണ്. അവര് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് കാരണവരാണ്. അതുകൊണ്ടാണ് അയാൾ അത് അനന്തരവർക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അയാളുടെ ജനിതകം കൃത്യമായി ഉറപ്പാക്കാൻ പറ്റും. സ്ത്രീ എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദരി എന്ന് പറയുന്നത് അയാളുമായി ജനിതകമായിട്ട് 50% അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നുണ്ട്. കൊണ്ട് ആ സ്ത്രീയിലുണ്ടാകുന്ന മക്കളെന്ന് പറയുന്നത് 20% എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് കിൻഷിപ്പിനെ പറ്റിയുള്ള കൺസെപ്റ്റ് തന്നെ രൂപപ്പെടുന്നത്. ഇത് പുരുഷൻ്റെ കീഴിൽ തന്നെയുള്ള കുടുംബമായിട്ട് മാറ്റുന്നു. സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പുരുഷന്മാരിലൂടെ മാത്രമാണ് എന്ന് വരുന്ന സമയത്താണ് സ്ത്രീകളുടെ ചാരിത്ര്യം എന്ന് പറയുന്ന സാധനം ശക്തമായിട്ട് അവരുടെ ലൈംഗികതയ്ക്കകത്ത് രണ്ടാം നിയന്ത്രണം ഉണ്ടാകുന്നത്. ആദ്യത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് തട്ട് സമൂഹത്തിനകത്ത് അടിമകളുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും അതിനുശേഷം എൻ്റെ മക്കൾ തന്നെ ആയിരിക്കണം ഉണ്ടാകണമെന്ന് പറയുന്ന സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്തുള്ള രണ്ടാം ഘട്ടം നിയന്ത്രണമാണ് പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്നത്. അപ്പോഴെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള
പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ തട്ടിൽ തന്നെയുള്ള എല്ലാ പുരുഷന്മാരുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും ഞാനുമായിട്ട് കരാറുണ്ടാക്കുന്ന ആൾ എൻ്റെ കൂടെ തന്നെ കഴിയണമെന്നും എൻ്റെ മക്കളെ തന്നെ പ്രസവിക്കണമെന്ന് പറയുന്ന, അങ്ങനെ സ്ത്രീകൾക്ക് ചാരിത്ര്യം എന്ന് പറയുന്ന അവരുടെ ഇഷ്ടത്തിന് പുറത്ത് അവരത് ബാധിക്കുന്നത് അപ്പോൾ അത് അവർക്ക് അത് എന്ന് പറഞ്ഞാൽ അവരുടെ ചോയ്സായിട്ട് അവർക്ക് ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ലെങ്കിലും അവർ പ്രസവിക്കുന്ന നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിന് ഒരു മൂല്യമായിട്ട് ഈ ചാരിത്ര്യം സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രമേ ഞാൻ പ്രസവിക്കുന്നു, ലോയൽറ്റി തെളിയിക്കുന്ന നിലവാരത്തിൽ അവരും അത് ആ മൂല്യം ആചരിക്കാൻ ആരംഭിക്കുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ ചാരിത്ര്യം എന്ന് പറഞ്ഞാൽ സാധനം ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ഒരേ സമയത്ത് അവർക്ക് മറ്റേ പുരുഷനെ ആയിട്ടൊരു ബാർഗെയിനിങ് വെക്കാനായിട്ട്, പതിവ്രതയാണെന്നോ ഒക്കെ പറഞ്ഞാൽ ചാരിത്രവതിയാണെന്ന് പറഞ്ഞാൽ പുരുഷനുമായിട്ടൊരു ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള മൂല്യമായിട്ട് അതിനെ മാറ്റുകയും ഒപ്പം തന്നെ അവർക്ക് അവരുടെ മറ്റുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇതേ സാധനം, കാരണം അവർ വേറൊരാളുമായി ബന്ധം ഉണ്ടായിപ്പോയാൽ അവരെ പുറന്തള്ളുന്ന, അവരുടെ ശരീരത്തിൻ്റെ മേലുള്ള കംപ്ലീറ്റ് നിയന്ത്രണം അവരുടേതല്ലാതായി മാറിപ്പോകുന്നതാണ് ഈ മൂല്യബോധം കൊണ്ട് രൂപപ്പെട്ടു വന്നത്. ഇത് കുടുംബത്തിനകത്ത് രൂപപ്പെട്ട നമ്മൾ ഈ പറയുന്ന കാർഷിക കുടുംബത്തിൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ വരുന്ന സ്ഥലമാണ്. അപ്പം മെട്രിലീനിയൽ സിസ്റ്റം ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് അവർക്കിഷ്ടമുള്ള പുരുഷന്മാർ, അപ്പോഴും തട്ട് സമൂഹത്തിന് താഴെ പോകാൻ അപ്പോഴും പറ്റത്തില്ല, ബന്ധങ്ങളുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ വരെ നമുക്കത് കാണാൻ പറ്റുന്ന തരത്തിൽ ഇന്നും കാണാൻ പറ്റുന്ന നിലവാരത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഗോത്രങ്ങളിനകത്തൊക്കെ ഇന്നും സ്ത്രീകളാണ് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. ഏത് ഗോത്രത്തിൽ പോയാലും നമുക്കത് കാണാൻ പറ്റും. സ്ത്രീകളുടെ ഇഷ്ടമാണ്, കാരണം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. അവിടെ മദർ എന്ന് പറഞ്ഞാൽ, അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്, അല്ലാതെ സിംഗിൾ മദർ എന്ന് നമ്മൾ ഇപ്പം പറയുന്ന വിവാഹം എന്ന് പറയുന്ന സാധനം, ഈ വിവാഹം എന്ന് പറയുന്നത് ഉറപ്പാക്കുന്ന ഒരു സ്ഥലം രാജാവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ സ്ത്രീ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ രാജാവിന് കൊടുക്കാൻ, രാജാവിൻ്റെ പ്രജകളാക്കി മാറ്റുന്നതിനുള്ള കൊച്ചു കൊച്ചു കേന്ദ്രങ്ങളായിട്ടാണ് ഈ കുടുംബങ്ങൾ മുഴുവൻ മാറുന്നു. രാജാവിനെ ഉൽപ്പാദിപ്പിക്കുന്ന, രാജാവിന് കൊടുക്കുന്ന, രാജാവിന് വേണ്ടിയുള്ള പണി ചെയ്യാനായിട്ട് ഏതെങ്കിലും നിലവാരത്തിൽ പട്ടാളത്തിൽ വിട്ടിട്ടോ, അല്ലെങ്കിൽ അയാളുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിനകത്ത് വിട്ടിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ട്രേഡേഴ്സിനായിട്ട് മാറ്റുന്നതിനൊക്കെയുള്ള സിസ്റ്റത്തിനകത്തുള്ള രാജാവിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റത്തിനകത്തെ അംഗങ്ങളായി അണികളായി ചേരുന്നതിനുള്ള പരിശീലന കളരി എന്നുള്ള നിലവാരത്തിലാണ് ഓരോ കൊച്ചു കുടുംബങ്ങളും മാറുന്നുണ്ട്. അത് ഇത്ര ആളുകളെ പടയ്ക്ക് കൊടുത്താൽ അവർക്ക് ഇന്ന സ്ഥാനം കൊടുക്കാം, അതുപോലെ ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ ഇത്ര ഇത് ഒരു എന്താണ് അതിനുള്ള ആനുകൂല്യങ്ങളോ അവരുടെ പ്രിവിലേജസ് എന്നുള്ള നിലവാരത്തിൽ, ഇപ്പം നിങ്ങൾ വസ്ത്രം ധരിക്കാനായിട്ടുള്ള അവകാശങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനും ഇതുപോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പദവി കൊടുക്കാനും ആനുകൂല്യം ലഭിക്കാനും മറ്റുള്ളവരുടെ മുകളിൽ ചെറിയ രാജാവായി പെരുമാറാനുള്ള ആധിപത്യം നടത്താൻ രാജാവിന് വേണ്ടി നിയമം നടപ്പാക്കുന്നവരൊക്കെ ആയിട്ടുള്ള സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അതിനകത്ത് ഈ പ്രജകൾ എന്ന് പറയുന്ന ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി ആ ശക്തിയുടെ പ്രതിനിധിയാണ് രാജാവെന്നുള്ള ആശയം പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന പ്രജകളെ ഉൽപ്പാദിപ്പിക്കുന്ന കൊച്ചിടങ്ങളായിട്ട് സകല വീടുകളും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഈ മതം എന്നുള്ളൊരു സംഭവം വരെ മതങ്ങൾ മൂല്യങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് ഈ ആന്തരിക ചങ്ങല ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പം തൊട്ടേ പരിശീലിപ്പിക്കുന്ന ചെറുപ്പം തൊട്ടേ പരിശീലിപ്പിക്കും. കുടുംബത്തിലാണല്ലോ ആദ്യത്തെ പരിശീലനം വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇതേ മൂല്യങ്ങൾ തന്നെ. അതുകൊണ്ട് കാർഷിക കുടുംബം എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ ഏറ്റവും വലിയ ചെറിയ ബ്ലോക്കാണ്, ഏറ്റവും ചെറിയ യൂണിറ്റാണ്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. അങ്ങനെയാണ് ഈ അത് ശാരീരികമായ മനുഷ്യരുടെ ഉൽപ്പാദനം തൊട്ട് ഫുഡ് പ്രൊഡക്ഷന്, ഈ പറയുന്ന മറ്റ് സ്കില്ല് കൊണ്ടുണ്ടാക്കുന്ന മറ്റുള്ള ആവശ്യങ്ങളും എല്ലാം ഈ പറയുന്ന കുടുംബത്തിനകത്തൂടെ ആയിരുന്നു രാജാവ് കംപ്ലീറ്റ് നിയന്ത്രിച്ച് കൊണ്ടുപോയത്. അപ്പോൾ കാർഷിക കുടുംബമാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കുടുംബ സംവിധാനം. അത്
ഈ പറയുന്ന ഹെറാർക്കിക്കൽ സിസ്റ്റത്തിനകത്ത് തന്നെ അതിന് ചെറിയ യൂണിറ്റ് ആയിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഈ രാജാവ് അങ്ങനെ രാജാവിന് പ്രജകളെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രജകൾ രാജാവിന് കീഴ്പ്പെട്ട് നിൽക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഈ കുടുംബത്തിലൂടെ ഈ മൂല്യങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മതം ഉപയോഗിച്ച് പറയുന്ന മൂല്യങ്ങൾ കുടുംബത്തിലൂടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ആ ചെയ്യുന്ന പ്രവൃത്തിയായി ബന്ധപ്പെട്ട മൂല്യങ്ങളും കൂടിയുണ്ടല്ലോ. അല്ല, അതാണ് പ്രവൃത്തിയോട് ബന്ധപ്പെട്ട മൂല്യങ്ങളെന്ന് പറയുന്ന കുലത്തൊഴിലാണ് ഇയാൾ പറയുന്നത്. അല്ല, കുലത്തൊഴിൽ മാത്രമല്ല, ഇപ്പം ഈ നമ്മൾ ഈ പ്രായമായവരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അല്ല, അത് രാജാവ് പഠിപ്പിക്കുന്നതല്ല, അത് ആദ്യം തൊട്ട് പ്രായമുള്ളവർക്ക് അറിവുള്ളവരാണെന്ന്, അനുഭവജ്ഞാനമുള്ളവരാണെന്നുള്ള മനുഷ്യബോധം തന്നെ എന്ന് പറഞ്ഞാൽ അത് ഈ ഗോത്രകാലങ്ങളിൽ തന്നെ രൂപപ്പെട്ടതാണ്. അതിനെ ഇൻ്റലിജൻ്റായിട്ട് ഇണക്കിയെടുക്കുന്നിടത്താണ് ഈ സിസ്റ്റം അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഗോത്രക്കൂറ് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പ്രായമായവരുടെ കൂറുണ്ടാകുന്നത് പോലെ തന്നെ, പ്രായമായവരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗോത്രക്കൂറുണ്ടായിരുന്നത്. ഈ ഗോത്രക്കൂറ് മാറ്റിപ്രതിഷ്ഠിക്കുന്നതിടത്താണ് ഇയാൾ പറയുന്ന സംഭവം നിൽക്കുന്നത്. രാജാവിലേക്ക് ഗോത്രത്തിൻ്റെ കൂറ് രാജാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടാണ് രാജാവ് മാറിയാൽ എല്ലാവരും വേറൊരു രാജാവ് അധികാരത്തിൽ വന്നാൽ ആ രാജാവിലേക്ക് കൂറങ്ങ് മാറും. ആ രാജാവിൻ്റെ മതം ഏതാണോ ആ മതത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് രാജാവ് മതം മാറി എല്ലാവരും മതം മാറുക എന്ന് പറയുന്നതായിരുന്നു ആദ്യകാലത്തെ പ്രോസസ്. അല്ലാതെ രാജാവ് നമ്മളെ കീഴടക്കി എന്നുള്ള സംഭവമില്ല. ജയിച്ച രാജാവ് നമ്മുടെ രാജാവ്. ജയിച്ചവരാണ്. ആരാണ് ജനങ്ങൾ നേരിട്ട് യുദ്ധത്തിനകത്തോട്ട് പോകുന്നില്ല. ഈ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ മാത്രമേ അവിടെ പോകുന്നുള്ളല്ലോ. അല്ലാതെ ബാക്കിയുള്ളവർ മുഴുവനും അന്നന്ന് അധ്വാനിക്കുന്നതും ഉണ്ടാകുന്ന സർപ്ലസ് ഉണ്ടാക്കുന്ന സാധനം മുഴുവൻ രാജാവിന് കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. ഏത് രാജാവെന്നായാലും നമ്മൾ കൊടുക്കുക. അതുകൊണ്ടാണ് രാജ്യങ്ങളിനകത്ത് റിക്രൂട്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ വന്ന് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാതെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തെ യുദ്ധം പോലും ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനെയുള്ളൂ. അല്ലാതെ ഈ ജനങ്ങളെ അങ്ങ് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ പിൽക്കാലത്ത് വലിയ സാമ്രാജ്യങ്ങളുണ്ടായി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, കൊള്ളയടിക്കുക എന്ന് പറയുന്ന യുക്തി മാത്രം വരുന്ന സമയത്തായിരുന്നു അത്തരത്തിലുള്ള കൊലപാതകങ്ങളുണ്ടായിരുന്നത്. മറ്റേതങ്ങനല്ല. ചെറിയ ചെറിയ പ്രദേശങ്ങളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന ദിവസം ഇന്ന പ്രദേശത്ത് നിങ്ങളെ യുദ്ധത്തിന് കാണാം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് എല്ലായിടത്തും അങ്ങനെ യുദ്ധം ചെയ്യാൻ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിൽക്കാനൊന്നും നോക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വെളിപ്രദേശത്തേക്ക് ആളുകൾ ചെന്നിട്ട് അവിടെ യുദ്ധഭൂമി എന്ന് തന്നെ പറയുമായിരുന്നു. അത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നിർത്തുക എന്ന് പറയുന്നതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഈ തടസ്സത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് വന്ന് നിന്ന് യുദ്ധം ഒഴിവാക്കാൻ പരമാവധി നെഗോഷിയേറ്റ് ചെയ്യും. കീഴടങ്ങിയാൽ മതി, ഇത്ര പൈസ തന്നാൽ മതി, ഇത്ര വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ യുദ്ധം ചെയ്യാതെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുമായിരുന്നു. കൊല്ലാതെ. കാരണം എല്ലാവരെയും വേണം. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനാണ് യുദ്ധം. അല്ലാതെ അതുകൊണ്ട് കൊന്നുകളഞ്ഞാൽ നഷ്ടമാണ്. തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ ഈ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ കൊല ആരംഭിക്കുന്നത് തീരെ അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേർന്ന്, മറ്റേതൊക്കെ ബന്ധുക്കൾ തന്നെയായിരിക്കും ഈ അപ്പുറത്തൊക്കെ ഉള്ളവർ തമ്മിൽ തോൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല, സ്പോർട്സിൻ്റെ യുക്തിക്കകത്ത് നിൽക്കുന്നത് പോലെ തന്നെയായിരുന്നു യുദ്ധം അങ്ങനെ തന്നെയായിരുന്നു. ആളെ കൊല്ലാനായിട്ടല്ല, തോൽപ്പിച്ചാൽ മതി. പ്രതിനിധികളെ തോൽപ്പിച്ചാൽ പോലും മതി. ഇപ്പം നമ്മുടെ നാട്ടിനകത്ത് ഈ ചേവകന്മാർ തമ്മിൽ അതിർത്തി തർക്കം തീർക്കുന്നത് അങ്ങനെയല്ലേ, പരസ്പരം ആളെ വെച്ച്. ഈ യഥാർത്ഥത്തിൽ കോൺഫ്ലിക്റ്റ് ഉള്ളവരെല്ലാം യുദ്ധം ചെയ്തിരുന്നത് വേറെ ഉള്ളവർ. അപ്പം അത് ഒരു പ്രദേശത്തേക്ക് വിളിക്കപ്പെട്ട് അവിടെ നടക്കുന്ന മുൻകൂട്ടി നിശ്ചയിച്ചപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ആദ്യകാലത്തുള്ള. വെല്ലുവിളിക്കും. ഇപ്പം നമ്മൾ മഹാഭാരതമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തരാതരമായിട്ടുള്ളവർ തമ്മിലെ യുദ്ധമുള്ളൂ. അല്ലാതെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കൊല്ലുമൊന്നുമല്ല. യുദ്ധം ചെയ്യാൻ അപ്പുറത്തിരിക്കുന്ന ആളിനെ എന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്ന് വിളിച്ചു പോയി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കൊച്ചൊരു ഗോത്രത്തിനകത്ത് യുദ്ധമാണ്. അല്ലാതെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും അക്ഷൗണി എന്നൊക്കെ പറഞ്ഞ കണക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ മാത്രമേ ആളുണ്ടാകാൻ ഒരു വഴിയില്ലെന്നും അന്ന് ഇവർ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആളുണ്ടാകുകയാണെങ്കിൽ അതിന് ഭക്ഷണം ആരും എവിടെ നിന്നും ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ ഉള്ളതിന് കണക്കൊക്കെ എടുക്കണ്ടേ. ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യത്തേ ഇല്ല. അപ്പം ഈ കോടിക്കണക്കിന് പേരുടെ യുദ്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹാഭാരതത്തിൽ എഴുതി വയ്ക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വെറുതെ നോക്കിയാൽ മതി. ഇപ്പം
അർജുനൻ ഇവരെല്ലാവരും കൂടെ ഒളിച്ച് താമസിക്കുന്ന സമയത്ത് വിദേഹ രാജാവിനെ അവിടെ ഒളിച്ച് താമസിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് കീചകൻ കൊല്ലപ്പെട്ടപ്പോൾ അവരവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവരവിടെ ചെന്നിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വിദേഹ രാജാവിൻ്റെ പശുവിനെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. എടാ, മോദി പോയിട്ട് ഇമ്രാൻഖാനിൻ്റെ പശുവിനെ പിടിച്ചോണ്ട് വരുമോ? അല്ലെങ്കിൽ പുട്ടിൻ പോയിട്ട് ഉക്രൈനിലുള്ള രാജാവിൻ്റെ പശുവിനെ പിടിച്ചോണ്ട് വരുമോ? കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്നും ഭയങ്കര യുദ്ധമാണെന്ന് ഒരിടത്ത് എഴുതുകയും പശുവിനെ പിടിക്കാൻ പോകുന്നവനെ കാണുമ്പോൾ അറിഞ്ഞൂടെ, നമുക്കറിഞ്ഞൂടെ, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇവന്മാരി പറയുന്നത്. അതുപോലുള്ള കഥയെ അറിയണം. അപ്പോൾ നമുക്കതെങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പശുവിനെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗോത്രമാണ്, അല്ലെന്നുണ്ടെങ്കിൽ പശുവിനെ പിടിക്കത്തില്ല എന്നറിയണം. അതുപോലുള്ള പിന്നെ അമ്പും വില്ലും വെച്ചിട്ടുള്ള യുദ്ധമാണല്ലോ ഇവന്മാര് എന്തെല്ലാം കുന്തം പറഞ്ഞു. ദേവന്മാരെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ദേവന്മാർ കൊടുക്കണത് ഈ അമ്പും വലിയ കൊടുക്കത്തുള്ളൂ. അപ്പം ആ നിലവാരത്തിലുള്ള ഈ ഘടനകൾ മുഴുവനും രൂപപ്പെട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിനകത്തെ യുദ്ധങ്ങളും എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചെറിയ അങ്ങനെ ഒരു പ്രദേശത്ത് ഇന്നടുത്ത് നിങ്ങളെ കാണാം എന്ന് പറയുമ്പോൾ അവിടെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ, നേരത്തെ അടിതടയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവരവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം കൂടെ. അത് മഹാഭാരതത്തിൻ്റെ കഥയ്ക്കകത്തൊക്കെ നമ്മളിങ്ങനെ എടുത്താൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഒരമ്പ് വെച്ചിട്ട് ഇത്ര ഇത് ചെയ്തു, പട്ടി വാ തുറന്നപ്പോൾ വായിക്കകത്തേക്ക് 7 ശരം അയച്ചു എന്നൊക്കെ പറയുന്നുള്ള കഥയൊക്കെ. അതുപോലെ തന്നെ കിളിയുടെ കണ്ണിലെത്തോട്ട് മാത്രമേ തിരിയുന്ന കിളിയുടെ കണ്ണിലെ അയക്കുന്നു എന്ന് പറയുന്നതെല്ലാം ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രമാണ് ലോകവ്യാപകമായി നമ്മൾ ഏത് രാജ്യത്ത് പോയാലും. ഇപ്പോൾ വില്യം ടെല്ലിൻ്റെ കഥ എടുത്ത് ഇംഗ്ലണ്ടിലെ കഥ എടുത്ത് പറഞ്ഞാലും ഒക്കെ നമ്മൾ ഇതുപോലുള്ള കഥകളേ ഉള്ളൂ. ഹെർക്കുലീസിൻ്റെ കഥ പറയുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. യുളിസിസ് യുദ്ധത്തിന് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഇത് നമുക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ ഒരു ഗ്രൂപ്പിനകത്ത് ഉള്ള ആൾക്കാർ തമ്മിലാണ്. ഇപ്പം ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള ഇതിനകത്ത് കവണി വെച്ചെറിയുന്ന മറ്റേ ആൾ കുന്തവും പിടിച്ച് നിൽക്കുന്ന ആളാണല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം നമുക്ക് അതൊന്നും നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവരുടെ ഒരു അഫെയർ അല്ല എന്നുള്ളത്. അവർ കൃഷി ചെയ്ത് കഴിയുന്നവർ അവിടുന്ന് ഒരാളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ താരതമ്യേന പ്രശ്നം തീരും. അപ്പോൾ 18 വയസ്സ് ആയി യൗവനമായി കഴിഞ്ഞ ഒരാൾ പരിശീലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ ഇട്ട് സപ്ലൈ ചെയ്യുക. അങ്ങനെ എല്ലാ കുടുംബത്തിനകത്തു നിന്നും കുറച്ച് പേരെ സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉള്ള യൂണിറ്റായിട്ടാണ് നിൽക്കുന്നത് ഈ സകല വീടുകളും. അപ്പോൾ രാജാവിൻ്റെ കീഴ്പ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന സംഘങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വീടുകളിൽ നിന്ന് ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഇടങ്ങളായിട്ടാണ് ഈ കുടുംബങ്ങളെല്ലാം നിന്നിരുന്നതെന്ന് മറക്കണം. അപ്പോൾ അവിടെ നിന്നാണോ ഈ വ്യക്തി, കുടുംബം, സമൂഹം? അതെ, വ്യക്തികളും കുടുംബവും എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുന്നതൊന്നും അന്നില്ല. അല്ല, എന്നാലും ഈ ഒരു പ്രജ എന്നുള്ള പ്രജയായിട്ട് മാറ്റി പറഞ്ഞാൽ ഗോത്രക്കൂറോടെ കഴിഞ്ഞിരുന്ന, ഗോത്രത്തിനോട് മാത്രം സ്വാഭാവികമായി കൂറുണ്ടായിരുന്നവരെ ഈ പറയുന്ന ആശയങ്ങൾ പഠിപ്പിച്ച് ഗുരുകുലങ്ങളിൽ അഭ്യസിപ്പിച്ച്, അല്ലെങ്കിൽ മദ്രസകളിൽ അഭ്യസിപ്പിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ സെമിനാരികളിൽ അഭ്യസിപ്പിച്ച് ഇത്തരത്തിലുള്ള തട്ട് സമൂഹത്തിൻ്റെ ന്യായം അനുസരിച്ചിട്ട് ഏത് തട്ടിലാണ് നിങ്ങളുള്ളത് അതിനനുസരിച്ച് കർമ്മം ചെയ്ത് ജീവിച്ചോളാൻ പഠിപ്പിച്ച് വന്നിട്ട് അതിനനുസരിച്ചിട്ട് യുദ്ധത്തിനകത്ത് ഈ ആളുകളെ ഓരോ തട്ട് സമൂഹത്തിൻ്റെ അണികളാക്കി മാറ്റി അങ്ങനെയായിരുന്നു യുദ്ധത്തിന് വിടുന്നത്. അപ്പോൾ അവർ ഓരോ ആൾക്കാരും അവരവരുടേത് വീറ് കാണിക്കുന്ന നിലവാരത്തിൽ പെരുമാറിയാണ് ഈ അംഗീകാരങ്ങൾ തേടുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഈ രാജാവിന് ആളും അർത്ഥവും നൽകുക എന്ന് പറയുന്നത് ചെറു യൂണിറ്റായിട്ടാണ് കാർഷിക കുടുംബങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. പ്രൊഡക്ഷൻ രാജാവിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് അത് മുഴുവൻ. അത് കൃഷി ബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, അത് സ്വാഭാവികമായി കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് രൂപപ്പെട്ടത്. പക്ഷേ അത് പിൽക്കാലത്ത് ഈ ആശയരൂപീകരണത്തിന് അകത്ത് അങ്ങനെയാണ് 2 പേര് ഇപ്പം രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന 2 ഒരു സേനാനായകനും അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് തന്ത്രജ്ഞനായിരിക്കുന്ന ഒരാളും, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ വില്ലാളി വീരനായിരിക്കും, വേറെ ആൾ വാൾ വെച്ചിട്ടുള്ള മിടുക്കനായിരിക്കും. ഇപ്പോൾ വില്ലിനകത്തുള്ളവനും ഈ വാൾ വെച്ചുള്ളവനും ഒരു പെണ്ണിൻ്റെ മേളിൽ ഇഷ്ടത്തിൻ്റെ പ്രശ്നത്തിൽ പഴയ തരത്തിൽ അടിയിട്ട് ചത്തുപോയാൽ നഷ്ടം രാജാവിനാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ പുരുഷന്മാരുടെ തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത് സ്ത്രീകളുടെ മുകളിലും അതുപോലെ കൃഷി സ്ഥലത്തിൻ്റെ മുകളിലും ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ എല്ലാം പറയുമ്പോൾ പുരുഷന്മാരുടെ ലോകമാണല്ലോ. ഇപ്പം നമ്മൾ ഖുറാനൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ സ്ത്രീകൾ അതിനകത്തൊരു മനുഷ്യനായിട്ട് പോലും അല്ല. പുരുഷന്മാരുടെ വസ്തുവകകളുടെ കൂട്ടത്തിലാണ് സ്ത്രീകളുള്ളത്. ആ സമയം കൊണ്ട് തന്നെ ദൈവമൊക്കെ പുരുഷന്മാരായി മാറി, മുഴുവൻ മാറി. അത് ആ പ്രോസസ്സിനകത്ത് പുരുഷന്മാരുടെ ലോകമായിട്ട് ലോകം മാറിക്കഴിയുന്നുണ്ട്. അതിനകത്ത് ഈ പുരുഷന്മാർ പരസ്പരം അടിച്ച് ചത്തുപോകാതിരിക്കുന്നതിന് ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിലാണ് വിവാഹം രൂപപ്പെടുത്തുന്നത്. വിവാഹം രൂപപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോഴാ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് ഈ സ്ത്രീ അവരുടെ തെരഞ്ഞെടുപ്പിനെ നിഷേധിക്കുകയും അതിനുശേഷം അവർക്ക് സെറ്റായിട്ട് മുന്നേ നിർത്തുന്ന ആൾക്കാരെ മാത്രം അതിനകത്തും തിരഞ്ഞെടുക്കുക. അതും കഴിഞ്ഞിട്ട് രാജാവിനെ അല്ല, അച്ഛൻ മകളെ കന്യാദാനം എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആൾക്കാരെ, ഏറ്റവും മിടുക്കരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അച്ഛൻ പിടിച്ചു കൊടുക്കുന്നിടത്തേക്ക് എത്തുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു ട്രേഡ് പോലെയുള്ള പരിപാടിയായി കൃത്യമായും രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള എക്സ്ചേഞ്ചിനകത്തെ ഒരു വസ്തു മാത്രമായിട്ട് സ്ത്രീകൾ മാറുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അതിന് പശുവിനെ അടയാളം ഇടുന്നത് പോലെ ഈ താലി ഇടുന്നതും ഒക്കെ ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തുന്നത്, സ്ത്രീയെ അടയാളപ്പെടുത്തും. ഇന്ന ആളിൻ്റെ വസ്തു വകയായ ഓണർഷിപ്പ് കംപ്ലീറ്റ് വേറെ ആക്കി കൊടുക്കും. ആ നിലവാരത്തിലുള്ള ഷിഫ്റ്റ് ഉണ്ടായി. കൃത്യം വിവാഹം എന്ന് പറയുന്നത് രാജാവിന് പ്രജകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ്. അതിന് കൊച്ചു വീട്ടിനകത്ത് തന്നെ ആരാധനാ സമ്പ്രദായം പഠിപ്പിച്ചിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പൊതുവായ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങൾ, ക്ഷേത്രം എന്നല്ല പറയുന്നത്, ആരാധനാലയങ്ങൾ ലോകവ്യാപകമായി ഉണ്ടാകുന്നത് ഈ രാജാക്കന്മാർ തന്നെയായിരുന്നു അതെല്ലായിടും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പഴയ കാലത്ത് എന്ത് പഠിച്ചാലും ഒരു രാജാവ് ഒരു ക്ഷേത്രം, ഒരു ആരാധനാലയം ഉണ്ടാക്കും. നമ്മൾ ഈ വേറെ മതക്കാരുടെ ആരാധനാലയം പണിത് കൊടുക്കുന്നത് ഭയങ്കര വിശാലഹൃദയനായ ഒന്നുമല്ല. ഓരോ വിഭാഗത്തിനും ഒരു ആരാധനാലയം, അതിനുള്ള എന്തെല്ലാം കഴിഞ്ഞാൽ അത് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമസ്കരിക്കാനും നിസ്കരിക്കാനുമാണ് പഠിപ്പിക്കുന്നത്. ഏത് മതത്തിൽ അതേ പഠിപ്പിക്കത്തുള്ളൂ. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങണം. ആ ശക്തിയുടെ കാണപ്പെട്ട പ്രതിനിധിയാണ് രാജാവെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. കീഴടങ്ങാൻ പഠിച്ചിട്ടുള്ള കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അത് പരിശീലിപ്പിക്കണം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ മൂല്യമായിട്ട് അച്ചടക്കവും അനുസരണയും മാറുന്നത്. ഈ മൂല്യം ഷിഫ്റ്റ് ചെയ്യണ കാര്യം ഇപ്പം ഈ മതം, രാജാവ് പരസ്പരം ചേർന്ന് നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ രാജാവിൻ്റെ ആയുധമാണ്, ടൂളാണ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്താനുള്ള ബലം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വരുന്നതാണ് ആന്തരികമായി മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആശയരൂപീകരണമാണ്, കീഴ്പ്പെടുത്തുന്ന യുക്തിയാണ് മതം. അത് ഈ ഒരു ഘട്ടത്തിൽ ഈ മതം രാഷ്ട്രീയവും തമ്മിൽ വേർതിരിഞ്ഞു പോകണം. അതൊക്കെ ഇയാൾ പറയുന്നതൊക്കെ നാളിന് ശേഷമുള്ള, അല്ല ഇപ്പം നമ്മൾ മിണ്ടുന്ന ഇതിനകത്തൊന്നും മിണ്ടിക്കൂടാ. അന്ന് അങ്ങനെ ഒരു സംഭവമില്ല. രാഷ്ട്രീയം രാജാവിനോട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ, അല്ല ജനങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അവർക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയാനൊന്നും ഒക്കത്തില്ല. അവർക്ക് ആളെ സപ്ലൈ ചെയ്യുന്നതിനുള്ളതാണ്, യുദ്ധത്തിന് പോകാനുള്ള ആളെ സപ്ലൈ ചെയ്യുന്നത്, ജോലി ചെയ്യാനുള്ള ആളെ സപ്ലൈ ചെയ്യുന്ന ഇടമായിട്ട് കുടുംബം നിൽക്കുന്ന, അത് അനുസരണയോടെ ചെയ്യണം. അതിനു വേണ്ടിയാണ് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് തൊട്ട് തുടങ്ങിയാൽ അവർ യാതൊരു സംശയമില്ലാതെ ഇതിലേതെങ്കിലും ഒരു തട്ടിനകത്ത് കൃഷിക്കാരായിട്ടോ അല്ലെങ്കിൽ കുലത്തൊഴിലുള്ള ഏതെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വ്യാപാര വ്യവസായത്തിനായിട്ട് വ്യവസായമില്ല വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടോ, അത് അല്ലെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകുന്നവരായിട്ടോ അവരെ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ പടകളും കാര്യങ്ങളും സാധനങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ആളുകൾക്ക് വേറെ രാഷ്ട്രീയം എന്ന് പറയുന്ന യുക്തിയേ ഇല്ല. രാഷ്ട്രീയം രാജാവിൻ്റേതാണ്. രാജാവിൻ്റെ കീഴ്പ്പെട്ട് നിൽക്കുന്ന പ്രജകൾ മാത്രമേ ഉള്ളൂ. അവർ സ്വതന്ത്രമായി ചിന്തിക്കുകയേ ചെയ്തുകൂടാ. രാജാവ് പറയണത് അനുസരിക്കുക. അതുകൊണ്ടാണ് അനുസരണ. രാജാവ് ചെയ്തു കൊടുക്കും. അതാണ് അനാർക്കി എന്നുള്ള വാക്കൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കിയാണ് യഥാർത്ഥത്തിലുള്ളതെന്നും ഭരണം എന്ന് പറഞ്ഞാൽ മേല് കീഴാണെന്നും ഉറപ്പിക്കുന്ന കാലഘട്ടമാണ് ലോകവ്യാപകമായി. അതിന്
ആ സമയത്താണ് ഈ തരത്തിലുള്ള എത്തിക്കൽ മൂല്യങ്ങൾ മുഴുവൻ എഴുതുകയും പറയുകയും ഇപ്പോൾ നമ്മൾ ഈ അനുസരണ, അച്ചടക്കം, പിന്നെ കീഴടങ്ങി നിൽക്കുക, വിനയം എന്നൊക്കെ ഇത് പറയുന്നത് മുഴുവൻ നമ്മൾ ഇന്ന് പറയുന്ന ഈ 10 കമാൻഡ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നതിനകത്തും ഒക്കെ പറയുന്ന ഈ തരത്തിലുള്ള സകല മൂല്യബോധമുള്ള പിന്നെ രചനയുടെ കാലമാണ് അക്ഷരങ്ങളിവിടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എഴുതി ടാബ്ലറ്റാക്കി എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠിക്കുക, രാജശാസനങ്ങൾ എല്ലാ കല്ലുകളിൽ കൊത്തിയോ എല്ലാ സ്ഥലത്തും വായിക്കാൻ പരുവത്തിൽ വയ്ക്കുക, അത് വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതിനും പറയുന്നതിനും വേണ്ടി ഭാഷാപരമായി കഴിവുള്ള ആൾ കവികളെയും കഥാകാരന്മാരെയും പാട്ടുകാരെയും, നമ്മുടെ നാട്ടിൽ പാണന്മാർ പാടും എന്ന് പറയുന്ന പോലെ ചെന്ന് നടന്ന അവദാനങ്ങൾ പാടി ആളുകളെ അതിനകത്ത് മുഴുവൻ കഥാപ്രസംഗങ്ങൾ, നമ്മൾ പഴയ കാലത്തെ കഥാപ്രസംഗം, ഹരികഥ എന്ന് പറയുന്ന കാര്യം എല്ലാം ഈ മനുഷ്യരുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള. അതുകൊണ്ട് ഈ ഉത്സവങ്ങൾക്ക് ശേഷം നടക്കുന്ന എല്ലാ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് രാജാവിനെ പ്രകീർത്തിച്ച് വരുത്തുന്ന കഥകൾ പഠിപ്പിച്ച് രാജാവും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ലോകവ്യാപകമായി. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിനെ പറ്റി, യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ആ യുദ്ധമൊന്നും നേരിട്ട് ഇവരാരും കണ്ടിട്ടില്ല, അവിടുന്ന് കഥകളാണ് വരുന്നത്. ആ കഥയ്ക്കകത്ത് അവരോട് നടത്തിയ കഥാസാധനങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇതിഹാസങ്ങളെന്ന് പറയുന്ന മുഴുവനും ഈ പാണന്മാർ പറഞ്ഞ കഥയാണ്. ആ കഥയാണ് എല്ലാവരും കൂടെ വായിച്ചിട്ട് കുളിരുകോരി ഇങ്ങനെ ഇരിക്കുന്ന ഈ കഥ. അങ്ങനെ മനുഷ്യ മനസ്സ് കൃത്യമായി പരുവപ്പെടുത്തി അനുസരണയുള്ള ഒരു 10,000 വർഷത്തെ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഈ വാല്യൂസിനെ പൊതുവെ സനാതനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാല്യൂസ് മുഴുവൻ രൂപപ്പെടുത്തുന്ന ഈ സമയത്താണ്. സനാതനം എന്ന് പറയുന്നതിന് തന്നെ അതിനാണ്. കാരണം ഇത് മാറാത്തതാണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്, മാറാത്ത മൂല്യങ്ങളാണ്, പെർമനൻ്റ് ആണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്, നിത്യമാണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആളുകൾ പിന്നെ ചോദ്യം വേറെ ഒന്നുമില്ലല്ലോ, മാറാനൊക്കത്തില്ലല്ലോ. മാറാണെന്ന് പഠിപ്പിച്ച ആളുകൾക്ക് അങ്ങനെ ഒരു ഇപ്പോൾ മൂല്യശോഷണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതാ മൂല്യശോഷണം പഠിപ്പിക്കുന്ന നമ്മൾ ഇപ്പം പറയുന്ന മൂല്യശോഷണം എന്ന് പറയുന്നതൊക്കെ ആധുനിക സമൂഹത്തിനകത്ത് രൂപപ്പെടുത്തുന്ന പുത്തൻ പ്രശ്നങ്ങളാണ്. അവിടേക്കല്ല ഇത് മൂല്യം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. അതാണ് അന്ന് ചെയ്തിരുന്നത്. ഇതാണ് എന്ന് പറയുന്നത് ഈ ഹെറാർക്കി ഉറപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതല്ലാതെ നന്മ തിന്മ എന്ന് പറയുന്നത് രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നന്മ തിന്മകളാണ് ആദ്യകാലത്തുള്ളത്. നമ്മുടെ ഗോത്രത്തിനോട് നീതിയോടെ പെരുമാറുന്നു, നമ്മുടെ ആൾക്കാരോട് നീതിയോടെ പെരുമാറുന്നതിനാണ് നീതി എന്ന് പറയുന്നത്. സമാധാനം, ശാന്തി എല്ലാം പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ഇടയിലാണ്, അന്യരുള്ളതല്ല. അന്യര് വേറെയാണ്. അവരെ കൊല്ലാനായിട്ടുള്ള എല്ലാ ലൈസൻസും എല്ലാ മതങ്ങളിനകത്ത് നോക്കിയാൽ നമുക്ക് അപ്പം കിട്ടും. നിങ്ങൾ പരസ്പരം വെട്ടരുത്, ചാവരുത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള 10 അവതാരം എടുത്ത് 10ാമത്തെ അവതാരം വന്നിട്ടില്ലെങ്കിലും 9 എണ്ണം എടുത്ത് നോക്കിയാൽ കൊല്ലാൻ മാത്രം വന്നതാണെന്ന് കാണാൻ പറ്റും. ധർമ്മം ഉദ്ധരിച്ച് നിർത്താനാണെന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് രാജാവിനെ പ്രകീർത്തിച്ച് ദൈവത്തിനെ കീഴടങ്ങി നിൽക്കുന്ന യുക്തികൾ അനുസരണയുള്ളവരായിട്ടിരിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ സാധനത്തിനെ ഉറപ്പിക്കാനല്ലാതെ സ്നേഹിക്കാനായിട്ട് ഒരാളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് അന്ന് സ്നേഹം എന്ന് പറയുന്നത് മുഴുവനും സ്വഗോത്രത്തിലുള്ള ആൾക്കാർ, സ്വന്തം രാജ്യത്തുള്ള ആൾക്കാർ, പരസ്പരം ബന്ധിതമായി തൊട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി പറയുന്നതല്ലാത്ത ഒരു സ്നേഹവും അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്ന അവരുടെ ലോകം, അവരുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രാജാവിന്റെ രാജാവിന്റെ അപദാനങ്ങൾ എടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ലോകം ഭരിക്കുന്നവനെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇവിടുത്തെ പേട്ട് രാജാക്കന്മാർക്ക് വരെ ലോകം ഭരിക്കുന്നവനെന്നുള്ള പേര്. അതുകൊണ്ട് അവര് ലോകമൊന്നും യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഈ ഉരുണ്ട ഭൂമിയെ പറ്റിയൊന്നും അവർക്കില്ല. അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. അതൊക്കെ പിൽക്കാലത്ത് വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ടുള്ളത് മാത്രമാണ്. ഈ ഇതുപോലുള്ള മോറൽ കോഡുകൾ ഉൽപ്പാദിപ്പിച്ച് അതിനെ വ്യാഖ്യാനിച്ചുറപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു എല്ലാ മതശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ അന്നത്തെ ശാസിച്ചത്, പറഞ്ഞത് എന്നുള്ളതാണ്. നമ്മൾ ഈ സയൻസ് എന്ന് പറയുന്നതായിട്ട് അതിനൊരു ബന്ധമില്ല. ശാസ്ത്രം എന്ന് പണ്ട് കാലത്ത് ഈ രാജ്യങ്ങളിലെല്ലാം പറയുന്ന സമയത്ത് ശാസിക്കപ്പെട്ടത്, പറയപ്പെട്ടത്, ഉപദേശിക്കപ്പെട്ടത് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്. അത് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു സംഭവിച്ചിരുന്നത്.